ആകാശവാണി കവരത്തി. ഫെൺഫൂരിഷ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ആകാശവാണി കവരത്തി നിലയത്തിൻ്റെ ഫെൺഫൂരിഷ എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ജീവിതത്തെ സേവനമെന്നൊരു ദൗത്യമായി മാറ്റിയ ഒരാളാണ് ഇന്ന് നമ്മളോടൊപ്പമുള്ള അതിഥി. നഴ്സും സാമൂഹിക പ്രവർത്തകയുമായ ചെത്ലാത്ത് ദ്വീപ് സ്വദേശിനി ശ്രീമതി ഫാത്തിമത്ത് ഖുറൈഷ. രോഗികളുടെ വേദനയെ സ്വന്തം വേദനയായി കാണുന്ന ഒരു നഴ്സും സമൂഹത്തിൻ്റെ പ്രശ്നങ്ങളെ സ്വന്തം ഉത്തരവാദിത്തമായി ഏറ്റെടുത്ത ഒരു സാമൂഹിക പ്രവർത്തകയും കൂടിയാണിവർ. നമ്മുടെ അതിഥിയെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യാം. നമസ്കാരം. ആകാശവാണി കവരത്തിയുടെ ഫെൺഫൂരിഷ എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. നമസ്കാരം. ഞാൻ ഫാത്തിമത്ത് ഖുറൈഷ, ചെത്ലാത്ത് ദ്വീപ് സ്വദേശിയാണ്. മിനിക്കോയിൽ ഡോക്ടർ മുനീർസ് ക്ലിനിക്കിൽ സ്റ്റാഫ് നഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. കൂടാതെ ഒരു സോഷ്യൽ വർക്കറും കൂടിയാണ്. നഴ്സിംഗ് മേഖല തിരഞ്ഞെടുക്കാൻ കാരണം എന്തായിരുന്നു? നഴ്സിംഗ് മേഖല ഞാൻ തിരഞ്ഞെടുത്തതല്ല, എനിക്ക് ടീച്ചിങ് ഫീൽഡായിരുന്നു ഇഷ്ടം. +2 പഠനശേഷം എൻ്റെ മൂത്താപ്പ ഒരു ഡോക്ടർ ആയതുകൊണ്ട് മൂത്താപ്പയുടെ ഇഷ്ടത്തിലാണ് ഞാൻ നഴ്സിംഗ് ഫീൽഡിലേക്ക് പോയത്. പിന്നീട് നഴ്സിംഗ് പഠനം കഴിഞ്ഞ് ജോലിയിൽ കയറിയപ്പോൾ ഈ ഫീൽഡ് വിടാൻ പറ്റാത്തത്രയും ഇഷ്ടപ്പെട്ടു പോയിരുന്നു. ജോലി ചെയ്യുമ്പോൾ നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്പർശിച്ച എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായും. നഴ്സിംഗ് പഠനം കഴിഞ്ഞിട്ട് ഞാൻ ആദ്യമായി വർക്ക് ചെയ്തത് ഈറോഡ് മാരുതി മിഷൻ മെഡിക്കൽ സെൻറ്റർ എന്ന ഒരു ഹോസ്പിറ്റലായിരുന്നു. അത് IVF ഹോസ്പിറ്റലായിരുന്നു. അതായത് കുട്ടികളില്ലാത്തവർക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ഒരു ഹോസ്പിറ്റലായിരുന്നു. അവിടുന്ന് കുഞ്ഞുങ്ങളില്ലാത്തതിൻ്റെ വേദനയും അവർ ഇത്രയും ഇവിടെ വന്ന് നിന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ഒരു കുഞ്ഞിന് വേണ്ടി അത്രയും സഹനം സഹിച്ചിട്ട് അവിടെ നിന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് സക്സസ് ആവുന്നവരുണ്ട്, സക്സസ് ആവാത്തവരുണ്ട്. അപ്പം അവരുടെ ആ വേദനയും അവരുടെ ആ ക്ഷമയും ഒക്കെ കണ്ട് കുറച്ചൊക്കെ സങ്കടം വന്നിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ലൂർദസ് ഹോസ്പിറ്റലായിരുന്നു വർക്ക് ചെയ്തത്. ലൂർദസ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമ്പോഴാണ് ഞാൻ നമ്മുടെ നാട്ടുകാരുമായിട്ട് ഇടപഴകുന്നത്. അപ്പോൾ ലൂർദസ് ഹോസ്പിറ്റലിൽ ഏറ്റവും കൂടുതൽ കവരത്തി, ആന്ധ്രവും ഭാഗങ്ങളിൽ നിന്നുള്ളവരാണ് വരുന്നത്. അപ്പോൾ അവരുടെ ആ ഒരു സമീപനം, നമ്മളോടുള്ള റെസ്പെക്റ്റ്, നമ്മളോടുള്ള ഒരു പ്രത്യേകതരം സ്നേഹം കാണാൻ. ദ്വീപിലെ ഒരു പെണ്ണാണ്, ഞാൻ ഒറ്റയ്ക്കായിരുന്നു അവിടെ. ആ സമയത്ത് വർക്ക് ചെയ്യുമ്പോൾ ഞാനൊരു സ്ത്രീയായിരുന്നു ദ്വീപിലേത്. പിന്നെ ഡോക്ടറായിട്ട് നമ്മുടെ കവരത്തിയിലെ ഹസീന ഡോക്ടർ ഉണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ അവിടുന്ന് കിട്ടിയ നല്ല അനുഭവങ്ങളൊക്കെ ഉണ്ട്. ഈ ഫീൽഡിൽ തുടരാനും അവിടെ ഒരു ഇതായി നിന്നിട്ടുണ്ട്. വേറെ എവിടെയെങ്കിലും ജോലി ചെയ്തിട്ടുണ്ടോ? വേറെ ഞാൻ ലൂർദസിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ ഒരു കസിൻ ബ്രദർ ഷിപ്പിലെ നേഴ്സായിട്ട് വേക്കൻസി ഉണ്ട്, അതിന് ഒരു കാര്യങ്ങൾ പറഞ്ഞു തന്നപ്പോൾ എന്നെ ഈ ഷിപ്പിംഗ് ഫീൽഡിലേക്ക്, അതായത് CDC എടുക്കണം, അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അങ്ങനെ എൻ്റെ ആ കസിൻ വഴി തന്നെ STCW ഞാൻ യൂറോടെക്കിൽ ജോയിൻ ചെയ്തു. STCW കഴിഞ്ഞിട്ട് വീണ്ടും മറൈൻ നേഴ്സിംഗ് ഫീൽഡിലേക്കുള്ള 2-3 കോഴ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അത് ചെയ്യിപ്പിക്കാൻ വേണ്ടി എന്നെ മുംബൈയിൽ കോസ്മോയിൽ കൊണ്ടുപോയി. 3 മാസത്തെ കോഴ്സായിരുന്നു. അതും കഴിഞ്ഞ് ഞാൻ ഷിപ്പിൽ ജോയിൻ ചെയ്തു. നമ്മുടെ കവരത്തി ഷിപ്പിലായിരുന്നു ആദ്യം ജോയിൻ ചെയ്തത്. പക്ഷെ ഞാൻ 6 മാസം പോലും കംപ്ലീറ്റ് ചെയ്തില്ലായിരുന്നു. പേഴ്സണൽ ഇഷ്യൂസ് കൊണ്ട് എനിക്ക് ഇറങ്ങേണ്ടി വന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും അത്ര അധികം ഗ്യാപ്പ് ഇട്ടില്ല. ഞാൻ അമിഡ് ക്രൂസ് എന്ന് പറയുന്ന ഒരു ചെറിയ ക്രൂസ് ഷിപ്പിൽ ജോയിൻ ചെയ്തു. സാങ്കേതിക കാരണത്താൽ ആ ഷിപ്പ് ഓട്ടം നിർത്തിയ ഒരു 7 മാസമാണ് അമിഡ് ക്രൂസിൽ വർക്ക് ചെയ്യാൻ സാധിച്ചത്. അതിനുശേഷം ഞാൻ ഫോറിൻ ഷിപ്പിൽ 8 മാസം തികച്ച് 2 ട്രിപ്പായിട്ട് വർക്ക് ചെയ്തു. അങ്ങനെ എൻ്റെ 2.5 വർഷം ഷിപ്പിംഗ് ഫീൽഡിൽ പുറം രാജ്യങ്ങളിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും വന്ന് അഗത്തിയിൽ എൻ്റെ വാപ്പയ്ക്ക് ട്രാൻസ്ഫറായിട്ട് അഗത്തിയിലായിരുന്നു വാപ്പയുള്ള. അപ്പോൾ കോൺട്രാക്റ്റ് വൈസ് അഗത്തി ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് കോൺട്രാക്റ്റ് വൈസ് എനിക്ക് ഡൽഹിയിലേക്ക് ജോലി മാറ്റം കിട്ടുന്നത്. അങ്ങനെ ഞാൻ ഡൽഹിയിൽ 5 വർഷം ജോലി ചെയ്തു. ഡൽഹിയിൽ നിന്നാണ് എൻ്റെ ജോലിക്കിടയിൽ 5-ാമത്തെ വർഷം തികയുമ്പോൾ എനിക്ക് കല്യാണമായി. കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അവിടുത്തെ ജോലി റിസൈൻ ചെയ്തിട്ടാണ് ഈ മിനിക്കോയ് ദ്വീപിലെ ഡോക്ടർ മുനീർസ് ക്ലിനിക്കിൽ ജോയിൻ ചെയ്തത്. നേഴ്സിങ്ങിന് പുറമെ ഒരു സാമൂഹിക പ്രവർത്തകയും കൂടിയാണല്ലോ. അതെ. ഈ ഒരു രംഗത്തേക്ക് വരാൻ കാരണം എന്താണ്? അത് ഞാൻ ഡൽഹിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഫീഡിങ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു NGO ഉണ്ടായിരുന്നു. അതിൽ ഞങ്ങളുടെ ഹെഡ് നേഴ്സ് വളണ്ടിയറായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ഈ അവധി ദിവസങ്ങളിൽ
ടൈം പാസിനായിട്ടാണ് ഇവരുടെ കൂടെ ഫീഡിങ് ഇന്ത്യയിൽ പോയത്. ഫീഡിങ് ഇന്ത്യ എന്ന് പറയുമ്പം വലിയ വലിയ കല്യാണ ഫംഗ്ഷൻ നടക്കുമ്പോൾ ബാലൻസ് വരുന്ന ഫുഡ്, വലിയ ഹോട്ടലിൽ ബാലൻസ് വരുന്ന ഫുഡ്, ഇത് കുറച്ച് പേര് കൂടിയിട്ട് കളക്ട് ചെയ്യും. അവർ നമുക്ക് സ്പോട്ട് പറയുമ്പോൾ നമ്മൾ പോയിട്ട് അത് കളക്ട് ചെയ്യും. അത് നിസാമുദ്ദീൻ ദർഗ, പിന്നെ അമ്പലങ്ങൾ, അതിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവർക്ക് ഭക്ഷണം കിട്ടാത്ത ആൾക്കാരുണ്ടാകും, അവിടെ നമ്മളത് സപ്ലൈ ചെയ്യും. വേസ്റ്റ് ഫുഡെന്ന് പറയാൻ പറ്റില്ല, ബാലൻസ് വരുന്ന ഫുഡാണ്. അപ്പോൾ ക്ലീൻ ആയിരിക്കും, നല്ല ഫുഡായിരിക്കും. ഈ സോഷ്യൽ വർക്കിലോട്ട് വരുന്നത് തന്നെ അവിടെ നിന്നാണ്. പിന്നെ അവരുടെ അണ്ടറിൽ തന്നെ ദ ഗുൽമോഹർ ഫൗണ്ടേഷൻ കേരളത്തിൽ ഉണ്ടായിരുന്നു. അവരുടെ വളണ്ടിയറായിട്ട് ജോയിൻ ചെയ്തു. അതിൽ ഈ ഹോക്കി സമയങ്ങളിലൊക്കെ ആദ്യം ചെയ്ത വർക്ക് ടോയ്സ് കളക്ഷനായിരുന്നു. ഹോക്കി വന്ന സമയത്ത് പല സ്കൂളുകളിലും എല്ലാവരെയും കൊണ്ട് കേരളത്തിൽ താമസിപ്പിച്ചിരുന്നല്ലോ, പല വീടുകളും തകർന്നിട്ട്. ആ സമയത്ത് കുട്ടികൾക്ക് ആശ്വാസം നൽകാനായിട്ട് എല്ലാവരും ഡ്രസ്സും അരിയും സാധനങ്ങളും കൊണ്ടുപോകുമ്പോൾ ഈ ദ ഗുൽമോഹർ ഫൗണ്ടേഷൻസ് സെലക്ട് ചെയ്തതാണ് ടോയ്സ് കളക്ഷൻ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങൾ എറണാകുളം ടീമിൽ ഞാൻ ജോയിൻ ചെയ്തു. ഞങ്ങൾ കുറേ കുട്ടികളുണ്ട്. അതിൽ ഞങ്ങൾ 2 ദ്വീപുകാർ, ഒരു ഷാഹുൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ദ്വീപുകാരനും ആന്ത്രോത്ത് ദ്വീപ് സ്വദേശിയാണ്, പിന്നെ ഞാനുമാണ് വളണ്ടിയറായിട്ടുള്ളത്. ഞങ്ങൾ 8-9 പേരുണ്ട് എറണാകുളം സെക്ഷനിലുള്ളവർ. ഞങ്ങൾ പോയി ടോയ്സൊക്കെ കളക്ട് ചെയ്ത് കേരളത്തിലുള്ള പല സ്ഥലങ്ങളിലേക്കും ഞങ്ങൾ ഗ്രൂപ്പായി തിരഞ്ഞ് ബസ് കയറി അങ്ങനെ പോയി ആ യൂണിറ്റിൽ കൊണ്ട് സപ്ലൈ ചെയ്യുന്ന ഒരു പരിപാടിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവരുടെ തന്നെ പ്ലാസ്റ്റിക് കളക്ഷൻ്റെ ഒരു ക്ലീനിങ്, അത് കൊല്ലം ബീച്ചിലായിരുന്നു നടന്നത്. അതിലും ഞാൻ ജോയിൻ ചെയ്ത് അങ്ങനെ അന്ന് തുടങ്ങിയതാണ്. ഇപ്പോൾ ഞാനൊരു 6-7 വർഷമായി ദ ഗുൽമോഹർ ഫൗണ്ടേഷനിലും 9 വർഷമായി ഫീഡിങ് ഇന്ത്യയിലും വളണ്ടിയറായി സ്റ്റില്ലായി നിൽക്കുന്നത്. എപ്പോൾ നാട്ടിൽ നിന്ന് മെയിൻ ലൈനിൽ പോയാലും അവരോടൊപ്പം അവരുടെ കാര്യങ്ങളിലൊക്കെ ഏർപ്പെടും, അവരുടെ വർക്കുകളിൽ ജോയിൻ ചെയ്യും. അവരുടെ ഈ സമൂഹത്തിലുള്ള ക്ലീനിങ് വർക്ക് ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് ഞാൻ ഈ ദീപശ്രീയിലുണ്ട്, ഒരു ഗ്രൂപ്പിൻ്റെ പ്രസിഡൻ്റായിട്ടുണ്ട് ചെത്തലാത്ത് ദ്വീപിൽ. അപ്പോൾ ഞങ്ങളുടെ ഗ്രൂപ്പ് വഴി ILF വഴിയോ അല്ലെങ്കിൽ ALF വഴിയോ ക്ലീനിങ് വർക്കൊക്കെ ചെയ്യും. പ്ലാസ്റ്റിക് അങ്ങനെയുള്ള വർക്കാണ് കൂടുതലും സോഷ്യൽ വർക്കായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ ഇടയിൽ പലപ്പോഴായിട്ടും കണ്ടത്, എൻ്റെ ബാപ്പയ്ക്ക് ഇപ്പോൾ ഒരു 5 വർഷമായി ഇപ്പോൾ കണ്ണ് കാണാതായിട്ട്. അങ്ങനെയാണ് ഡിസേബിൾഡിലോട്ട് ബാപ്പയ്ക്ക് ഡിസേബിൾഡ് സർട്ടിഫിക്കറ്റൊക്കെ കിട്ടുന്നത്. അപ്പോൾ അവരുടെ കുറേ പ്രശ്നങ്ങൾ ഞാൻ കാണാനിടയായി. അതായത് നമ്മുടെ ദ്വീപിൽ മെയിൻ ലൈനിൽ കിട്ടുന്ന ഒരു സഹായമൊന്നും പരിഗണനയോ ഇവിടെയുള്ള അംഗപരിമിതർക്ക് കിട്ടുന്നതായിട്ട് കണ്ടിട്ടില്ല. അങ്ങനെ അപ്പോൾ പല ഇനിഷ്യേറ്റീവും ദ്വീപിൽ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇതുവരെ അവരുടെ കാര്യങ്ങൾ നോക്കാനും അവരെ സംരക്ഷിക്കാനുമായിട്ട് അവരുടെ ഈ LDWA അല്ലാണ്ട് വേറെ പുറത്തുനിന്നുള്ള ഒന്നും കണ്ടിട്ടില്ല. അങ്ങനെ മനസ്സിൽ 1 വർഷം മുന്നേ ഉദിച്ച ഒരു ആഗ്രഹമായിരുന്നു ഡിസേബിൾഡിന് വേണ്ടിയിട്ട് ഒരു ഇനിഷ്യേറ്റീവ് തുടങ്ങണമെന്നത്. 1 വർഷം എടുത്തു അത് കറക്റ്റായിട്ടൊന്ന് തുടങ്ങാൻ. ഞാനും എൻ്റെ ഒരു സുഹൃത്ത് സാറുവും കൂടി, സാറോ മാബി എന്ന് പറയും, ഞങ്ങൾ 2ഉം കൂടെ കഴിഞ്ഞ വർഷം തുടക്കത്തിൽ ഒരു സ്വപ്നം കണ്ടതാണ്, ഇവർക്ക് വേണ്ടിയിട്ട് ഒരു കൂട്ടായ്മ ഉണ്ടാക്കണമെന്ന്. അങ്ങനെ ഞങ്ങൾ ഈ ദീപശ്രീ അണ്ടറിൽ തന്നെ ഞങ്ങളൊരു പ്രോഗ്രാം അന്ന് കണ്ടക്ട് ചെയ്ത് 2025 സ്റ്റാർട്ടിങ്ങിൽ കണ്ടക്ട് ചെയ്തിരുന്നു. ഇടം എന്ന് പറഞ്ഞിട്ട്, അവർക്കൊരിടം നൽകുക എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ചെത്തലാത്ത് ദ്വീപിലെ ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാരെല്ലാം വിളിച്ചുകൂട്ടി അവർക്കൊരു സെമിനാറൊക്കെ കണ്ടക്ട് ചെയ്തു. പിന്നെ ഞങ്ങൾ ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കാം, ഒരു ഇനിഷ്യേറ്റീവ് തുടങ്ങാം എന്നൊക്കെ പറഞ്ഞു വിട്ടു. പക്ഷേ അതിന് പറ്റിയ ഒരു ടീം ഒത്തു വന്നില്ല. ഇനി ഈ 1 വർഷം കഴിഞ്ഞിട്ട് ഈ ഡിസംബർ ലാസ്റ്റിൽ ആണ് ഞങ്ങൾക്ക് ഒരു ഗ്രൂപ്പ് തുടങ്ങാനായിട്ടുള്ള ഇത് കിട്ടുന്നത്. അങ്ങനെ ഇപ്പോൾ ചെത്തലാത്തിൽ പോയപ്പോൾ 15 അംഗങ്ങൾ വെച്ചുകൊണ്ട് വിങ്സ് ഓഫ് ഹോപ്പ് എന്ന് പറഞ്ഞൊരു NGO ക്രിയേറ്റ് ചെയ്ത് അവർക്ക് വേണ്ടി ഞങ്ങൾ ഡിസേബിൾ ഡേ നടത്തുമ്പോൾ ഞങ്ങളായിരുന്നു സഹായിച്ചത്. ഞങ്ങളുടെ നാട്ടിലെ വീഡിയോ സപ്പോർട്ട് ചെയ്തിട്ട് ഞങ്ങളായിരുന്നു നടത്തിക്കൊടുത്ത വിങ്സ് ഓഫ് ഹോപ്പിലെ. ഇതിൽ 8ഓളം വളണ്ടിയേഴ്സ് ഉണ്ട്. ആരോഗ്യപരമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും അവരുടെ നിയമപരമായിട്ടും അങ്ങനെ അവരുടെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ആ വളണ്ടിയേഴ്സിനെ വരെ വേറെ വേറെ ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് വളണ്ടിയേഴ്സിൻ്റെ താഴെ തന്നെ ഒരു 3 സഹായികളെയും അങ്ങനെ ഇട്ട് ഒരു നല്ല ഇനിഷ്യേറ്റീവ്. ഇപ്പോൾ ഞങ്ങൾ ലക്ഷദ്വീപിൽ തന്നെ ആദ്യമായിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് അവർക്ക് വേണ്ടി ഒരു കലാജാഥ സംഘടിപ്പിച്ച് ചെത്തലാത്ത് ദ്വീപിൽ തന്നെ. വേറെ ദ്വീപിലൊന്നും പറഞ്ഞു കേട്ടിട്ടുമില്ല, കണ്ടിട്ടുമില്ല. ഇപ്പോൾ ജാനുവരി 26 റിപ്പബ്ലിക് ഡേയുടെ പബ്ലിക് സ്റ്റേജിലൊക്കെ നടക്കുന്ന രാത്രി പരിപാടിയിൽ അവർക്ക് ഫാഷൻ ഷോ അതും സംഘടിപ്പിച്ചു. ഒരുപാട് മെസ്സേജുകളും റിവ്യൂസും അതിനെക്കുറിച്ച് ചോദിച്ച് വരുന്നുണ്ട്.
ഇൻഷാല്ലാ ഇനിയും നല്ല പ്രവർത്തനങ്ങൾ അവർക്ക് വേണ്ടി ചെയ്തുകൊണ്ടേയിരിക്കും. നല്ലൊരു കാര്യമാണ് സമൂഹത്തിന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേപോലെ നമ്മുടെ സ്ത്രീകൾക്ക്, താങ്കളിപ്പോൾ ദീപശ്രീയിലുള്ള ഒരു അംഗമാണല്ലോ, അപ്പോൾ സ്ത്രീകൾക്ക് വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് സമൂഹത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ ചെത്തലാത്ത് ദ്വീപിൽ തന്നെ സ്ത്രീകളുടെ കൂട്ടായ്മയായിട്ട് മഹിളാ കർഷക സംഘം എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്തു. അതും 14-15 പേരെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സാക്കി തിരഞ്ഞെടുത്ത ഒരു ഗ്രൂപ്പാണ്. ഇതുപോലെ തന്നെ ഒരു ഇനിഷ്യേറ്റീവ് സ്ത്രീകൾക്ക് മാത്രം, അതായത് ജൈവകൃഷിയോട് ഒരു പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇനിയിപ്പോൾ അതിന് വേണ്ട സെമിനാറൊക്കെ കണ്ടക്ട് ചെയ്യണം. അത് ജസ്റ്റ് തുടങ്ങി വിത്തുകൾ കൊടുത്തിട്ട് പിന്നെ ഇവിടുത്തെ പ്രോഗ്രാമിന് കവരത്തിയിലുള്ള ഈ ഒരു പ്രോഗ്രാമിന് വന്നതായിരുന്നു. വിത്തുകളൊക്കെ എവിടെ നിന്നാണ് കിട്ടുന്നത് കൊടുക്കാൻ? വിത്തുകൾ നമുക്കിപ്പോൾ തന്നത് നമ്മുടെ നാട്ടിലെ അഗ്രികൾച്ചറൽ ഡിപ്പാർട്ട്മെൻറ്റ് വിത്തുകൾ തന്നു. അവർ വഴിയാണ് നമ്മൾ ഈ വിത്ത് സപ്ലൈ ചെയ്തത്. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ജോലികളും കുടുംബജീവിതവും തമ്മിൽ എങ്ങനെ ബാലൻസ് ചെയ്യുന്നു? അത് ഞാൻ വർക്ക് ചെയ്യുന്നത് മിനിക്കോയ് ദ്വീപിലാണ്. അപ്പോൾ അവിടെ ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത്. ഞങ്ങൾ 2 പേരും മാത്രമേ ഉള്ളൂ. എൻ്റെ വാപ്പ ഈ കഴിഞ്ഞ 7 മാസക്കാലമായി എൻ്റെ അടുത്തായിരുന്നു. പിന്നീട് അനിയത്തിമാരുടെ അടുത്ത് വാപ്പയെ ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ ഞങ്ങൾ 2 പേരും അല്ലേ ഉള്ളൂ. തൊട്ടടുത്ത് തന്നെയാണ് ക്ലിനിക്ക് ഉള്ളത്. ബ്ലഡ് ടെസ്റ്റൊക്കെ വരുമ്പോൾ 6:30 പോവും. അത് കഴിഞ്ഞിട്ട് മറ്റ് സ്റ്റാഫ് വരുമ്പോൾ ഞാൻ വന്ന് ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യും. ജോലിയും എൻ്റെ ജീവിതവും തമ്മിൽ വലിയ കുഴപ്പമൊന്നുമില്ല, നല്ല രീതിക്കാണ് പോകുന്നത്. പിന്നെ ഈ ഫീൽഡ് ഒരുപാട് ഇഷ്ടമായതുകൊണ്ട് ജോലിക്കാണ് ഇമ്പോർട്ടൻ്റ് ഞാൻ കൊടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ പേഴ്സണൽ ലൈഫ് കളയുന്നു എന്നല്ല, ജോലിക്ക് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നുണ്ട്. കിട്ടുന്ന ടൈം വീട്ടിലും സ്പെൻഡ് ചെയ്യും. വേറെ കിട്ടുന്ന ടൈമിൽ ചില്ലറ എഴുതും, ചെറിയതായിട്ട് കവിതകളൊക്കെ എഴുതും. താങ്കൾ വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ മിനിക്കോയിലല്ലേ? അതെ. അപ്പോൾ ചെത്തലാത്ത് തുടങ്ങി വെച്ച ഒരു സംരംഭം ഉണ്ടല്ലോ, അതെങ്ങനെ കൊണ്ടുപോകുന്നു? ചെത്തലാത്തിലാണ് ഈ പറയപ്പെട്ട 2 സംരംഭം ഉള്ളത്. അതുകൊണ്ടാണ് എനിക്ക് താഴെ പ്രവർത്തിക്കാൻ എൻ്റെ കൂടെ ഒപ്പം നിന്നത് നല്ല ശക്തിയുള്ള ആൾക്കാരായതുകൊണ്ട് തന്നെയാണ് എൻ്റെ ജോലിയും ഇതും തമ്മിൽ എനിക്ക് പൊരുത്തപ്പെട്ടു പോകാൻ പറ്റുന്ന രീതിയിലുള്ളത്. അത്രയ്ക്കും നല്ല സപ്പോർട്ടായിട്ടുള്ളവരാണ് എൻ്റെ കൂടെ നിൽക്കുന്നത്. വിങ്സ് ഓഫ് ഹോപ്പിലാണെങ്കിൽ യാസറും സാറും, ഈ പറയപ്പെടുന്ന എൻ്റെ ഒരു അനിയത്തിക്കുട്ടി തന്നെയാണ് ഇതിലെ സെക്രട്ടറി ആയിട്ട് എടുത്തത്, തൻവീറ, അതേപോലെ ആമിന, എല്ലാവരും നല്ല സപ്പോർട്ടിങ് ആയതുകൊണ്ട് എനിക്ക് എൻ്റെ ജോലി സ്ഥലത്തേക്ക് ഇവരെ വിശ്വസിച്ചിട്ട് പോകാൻ പറ്റും. റഹ്മത്ത് ഷെയ്ഖിനെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. റഹ്മത്ത് ഷെയ്ഖും ഇതിൽ ഒരംഗമാണ്. ഒരു നേഴ്സും സാമൂഹിക പ്രവർത്തകയുമായ ഒരു സ്ത്രീ എന്ന നിലയിൽ സമൂഹത്തിന് എന്ത് സന്ദേശമാണ് കൊടുക്കാനുള്ളത്? പ്രത്യാശയുടെ കാവലാളാവുക. അതായത് മറ്റൊരാൾക്ക് പ്രതീക്ഷ നൽകാൻ കഴിയുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ പുണ്യം. നിരാശയിലായ ഒരാൾക്ക് ഒരു തരി വെളിച്ചമാകാൻ നമുക്ക് സാധിക്കണം. അതേപോലെ പരസ്പരം താങ്ങാവുക. ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയുടെ ശത്രുവല്ല, മറിച്ച് ശക്തിയാകണം. തൊഴിലിടങ്ങളിലും കുടുംബങ്ങളിലും സഹോദരിമാരെയും സുഹൃത്തുക്കളെയും പിന്തുണയ്ക്കുന്ന ഒരു സാമൂഹിക ബോധം വളർത്തിയെടുക്കുക. മാഡത്തിൻ്റെ അനുഭവങ്ങളും ചിന്തകളും ഞങ്ങളോടൊപ്പം പങ്കുവച്ചതിന് ഒരുപാട് നന്ദി. ഇനിയും നിങ്ങളുടെ സേവനപാത കൂടുതൽ പ്രകാശമാകട്ടെ എന്ന് ആശംസിക്കുന്നു. നമസ്കാരം. താങ്ക് യു. നിങ്ങൾ ഇതുവരെ കേട്ടത് ഫെൺഫൂരിഷ. ഇന്ന് നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന അതിഥി നഴ്സും സാമൂഹിക പ്രവർത്തകയുമായ ചെത്തലാത്ത് ദ്വീപ് സ്വദേശിനി ശ്രീമതി ഫാത്തിമത്ത് ഖുറൈഷ. ഈ പരിപാടി ശ്രോതാക്കൾക്കായി തയ്യാറാക്കിയത് ബീബി സമിയ, സലാഹിയ മൻസൽ. നന്ദി, നമസ്കാരം.